പ്രാർത്ഥന കൊണ്ട് മാത്രം ദാരിദ്ര്യം മാറില്ല. പ്രാർത്ഥന കൊണ്ട് മാത്രം ഭൗതിക ലക്ഷ്യങ്ങൾ നേടാൻ കഴിയില്ല. പ്രാർത്ഥന കൊണ്ട് മാത്രം ഭൗതിക ലക്ഷ്യങ്ങളൊന്നും തന്നെ നേടാൻ കഴിയില്ല. ആത്മീയതയ്ക്ക് നല്ലത് തന്നെ, അതുപോലെ തന്നെ പ്രാർത്ഥനയും മതവിശ്വാസവും ദൈവവിശ്വാസവും എല്ലാം നല്ലത് തന്നെ. എല്ലാം അത് അവരവരുടെ വിശ്വാസപ്രകാരം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷേ അവനവൻ്റെ കടമകൾ ചെയ്യാതെ പ്രാർത്ഥന കൊണ്ട് മാത്രം യാതൊരു പ്രയോജനവുമില്ല എന്ന് യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് ചിന്തിച്ചാൽ, എല്ലാ മുൻവിധികളും മാറ്റിവെച്ച് സത്യസന്ധമായ മനസ്സോടെ പരിശോധിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും, പ്രാർത്ഥന കൊണ്ട് ദാരിദ്ര്യം മാറുമായിരുന്നെങ്കിൽ, പ്രാർത്ഥന കൊണ്ട് മാത്രം ദാരിദ്ര്യം മാറുമായിരുന്നെങ്കിൽ ലോകത്തൊരൊറ്റ ദരിദ്രൻ പോലും ഉണ്ടാകുമായിരുന്നില്ല. ചിന്തിക്കൂ, പ്രാർത്ഥന കൊണ്ട് ദാരിദ്ര്യം മാറുമായിരുന്നെങ്കിൽ ലോകത്തൊരൊറ്റ ദരിദ്രൻ പോലും ഉണ്ടാകുമായിരുന്നില്ല. കുറഞ്ഞത് പ്രാർത്ഥന കൊണ്ട് മാത്രം ദാരിദ്ര്യം മാറുമായിരുന്നെങ്കിൽ ഒരു മതവിശ്വാസിയെങ്കിലും, അല്ലെങ്കിൽ ഉറച്ചു പ്രാർത്ഥിക്കുന്ന ഒരു മതവിശ്വാസി പോലും ദരിദ്രനായി തീരുമായിരുന്നില്ല. പ്രാർത്ഥന കൊണ്ട് മാത്രം ദാരിദ്ര്യം മാറില്ല, ഏത് ഭൗതിക ലക്ഷ്യങ്ങളാകട്ടെ. കാരണം എൻ്റെ അഭിപ്രായത്തിൽ ദൈവത്തിൻ്റെ പണി അതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതൊക്കെ അവരവരുടെ വിശ്വാസപ്രകാരം തന്നെ ആകട്ടെ. പക്ഷേ ഏതായാലും പ്രാർത്ഥന കൊണ്ട് എത്ര ശക്തനായ ദൈവത്തോട്, ഏത് മതവിശ്വാസിയാകട്ടെ, എത്ര ശക്തനായ ദൈവത്തോട് എത്ര ശക്തമായി പ്രാർത്ഥിച്ചാലും, എത്ര വിശ്വാസമെന്നോ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാലും, അല്ലെങ്കിൽ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചാലും, ഒരുപക്ഷെ സാഹചര്യം തീരെ ഇല്ലാത്തത് കൊണ്ടാകാം. ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയാൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, പക്ഷേ ഡ്രൈവിംഗ് പഠിക്കാൻ പോകാനുള്ള പണമോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ തീരെയില്ല. അപ്പം ശക്തനായ ഏത് മതവിശ്വാസിയുടെ ഏത് ദൈവമാകട്ടെ, ദൈവമേ, സർവശക്തനായ ദൈവമേ, നീ വിചാരിച്ചാൽ നടക്കുമല്ലോ, എനിക്ക് ഡ്രൈവിംഗ് പരിശീലിക്കാൻ പോകാനുള്ള സാഹചര്യമില്ല, തീർത്ത് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ വണ്ടി അങ്ങോട്ട് ഓടട്ടെ, അങ്ങോട്ട് എടുക്കട്ടെ, കയറ്റത്തിൽ അങ്ങോട്ട് എടുക്കാൻ കഴിയട്ടെ, റോഡ് ടെസ്റ്റ് അങ്ങോട്ട് പാസ്സാവട്ടെ, നീ വിചാരിച്ചാൽ നടക്കുമല്ലോ. ഒരു രക്ഷയുമില്ല. ദൈവം പറയും, നീ പോയി പഠിക്കടാ. ഇതുപോലെ തന്നെയാണല്ല PSC എക്സാമിന് പോകുമ്പോൾ, എനിക്ക് പഠിക്കാൻ പോകാനുള്ള യാതൊരു സാഹചര്യവുമില്ല, ഞാൻ എഴുതുമ്പോൾ എല്ലാം കൂടി ശരിയാകട്ടെ, PSC റാങ്ക് ലിസ്റ്റിൽ ഞാൻ അങ്ങോട്ട് വരട്ടെ. ഒരു രക്ഷയുമില്ല. എൻ്റെ മകനെ ABCD സെഡ് വരെ ഒന്ന് ചൊല്ലാൻ പഠിക്കണം. കൊച്ചുകുട്ടി, അവൻ ABCD, ദൈവമേ സർവശക്ത, നീ വിചാരിച്ച നടക്കുമല്ലോ, എൻ്റെ മകൻ ABCD അങ്ങോട്ട് ചൊല്ലട്ടെ. ആവർത്തിച്ച് പഠിപ്പിക്കൂ. ദൈവം പറയും, ആവർത്തിച്ച് പഠിപ്പിക്കൂ, അത് പഠിപ്പിക്കൂ. ഡ്രൈവിംഗ് ലൈസൻസ് ആകട്ടെ, എന്ത് കാര്യമാകട്ടെ, ദൈവം വിചാരിച്ചാൽ നടക്കുമോ ഇല്ലയോ അത് നിങ്ങൾക്കറിയാം. പക്ഷേ ഡ്രൈവിംഗ് പരിശീലിക്കാതെ പ്രാർത്ഥന കൊണ്ട് മാത്രം ഒരിക്കലും, എത്ര സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിച്ചാലും നിങ്ങൾക്ക് ലൈസൻസ് എടുക്കാൻ കഴിയില്ല എന്നുള്ളത് 100% ഉറപ്പ് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഏത് ഭൗതിക ലക്ഷ്യങ്ങളാകട്ടെ, ദൈവമേ ആ ഭൗതിക ലക്ഷ്യം നടപ്പാക്കി തരണേ, നീ വിചാരിച്ചാൽ നടക്കുമല്ലോ. ഇമ്പോസിബിൾ. അവനവൻ്റെ കടമകൾ കൂടെ ചെയ്തെങ്കിൽ മാത്രമേ, അവനവൻ്റെ കടമകൾ ചെയ്യുന്നവർക്ക് മാത്രമേ അതിൻ്റെ ഫലം ലഭിക്കുകയുള്ളൂ. സാമ്പത്തിക ശേഷി അങ്ങനെ തന്നെയാണ്. അഥവാ ദാരിദ്ര്യം എന്ന അവസ്ഥയുടെ പരിഹാരം പണം ഉണ്ടാക്കണമെന്ന്, ദാരിദ്ര്യം മാറ്റണമെന്ന അവസ്ഥയല്ല, പണം ഉണ്ടാക്കണമെന്ന് ആ ലക്ഷ്യബോധം മനസ്സിലുണ്ടായിക്കൊണ്ട് പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കടമകൾ ചെയ്തുകൊണ്ട് അതിനായി ഇറങ്ങിത്തിരിക്കുന്നവർക്ക് മാത്രമേ പണം ഉണ്ടാക്കാൻ കഴിയൂ. അവരുടെ മാത്രമേ ദാരിദ്ര്യം മാറുകയുള്ളൂ. നിങ്ങൾ സത്യസന്ധമായി ചിന്തിച്ചു നോക്കുക. ശരിയല്ലേ? സത്യമല്ലേ? ഇതെന്തുകൊണ്ട് ചിന്തിക്കണം, മനസ്സിലാക്കണം എന്നാൽ പലരും ഒരു ഒഴിവ് കഴിവായി പ്രാർത്ഥനയെ കാണാറുണ്ട്. പ്രാർത്ഥന കൊണ്ട് എല്ലാം നടപ്പാകുമെന്ന മിഥ്യാധാരണയിൽ. ചിലപ്പോൾ അത് സാഹചര്യ സമ്മർദ്ദങ്ങൾ കൊണ്ടാകാം. എന്തെല്ലാം സാഹചര്യ സമ്മർദ്ദങ്ങൾ കൊണ്ടാകട്ടെ, സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാകട്ടെ, എന്ത് തന്നെയായാലും ചെയ്യേണ്ടത് ചെയ്തെങ്കിൽ മാത്രമേ കിട്ടേണ്ടത് കിട്ടൂ എന്നുള്ളത് സ്വയം സത്യസന്ധമായി ചിന്തിക്കുക, തിരിച്ചറിയുക. ചെയ്യേണ്ടത് ചെയ്യാതെ എത്ര പ്രാർത്ഥിച്ചാലും ഭൗതിക ലക്ഷ്യങ്ങൾ നേടാൻ കഴിയില്ല എന്നുള്ളത്, ഡ്രൈവിംഗ് ലൈസൻസ് ആവട്ടെ, PSC എക്സാം ആകട്ടെ, അല്ലെങ്കിൽ ഒരു ബോഡി ബിൽഡർ ആകുന്നതാകട്ടെ, അതിനാവശ്യമായി ചെയ്യേണ്ടുന്ന കാര്യം ചെയ്യാതെ, ദൈവമേ എനിക്ക് ലൈസൻസ് കൊണ്ട് കിട്ടട്ടെ, അതിന് യാതൊരു സാങ്കത്യവുമില്ല, യാതൊരു കാര്യവുമില്ല. അതുപോലെ തന്നെയാണ് എല്ലാ ഭൗതിക ലക്ഷ്യങ്ങളും, സാമ്പത്തിക ലക്ഷ്യങ്ങളും ദാരിദ്ര്യം മാറുന്നതും. അവനവൻ ചെയ്യേണ്ടത്, അവനവൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം അവനവൻ ഏറ്റെടുത്തുകൊണ്ട്, പ്രാർത്ഥനയെ ഒരു ഒഴിവ് കഴിവായി കാണാതെ, അവനവനും അവനവൻ്റെ ഉറ്റവർക്കും വേണ്ടുന്ന ഏത് ലക്ഷ്യങ്ങളാകട്ടെ, ആ ലക്ഷ്യങ്ങൾ നേടുവാൻ ആവശ്യമായ കാര്യങ്ങൾ ആർജവത്തോടെയും ഇച്ഛാശക്തിയോടെയും അതിലേറെ ഉത്തരവാദിത്വത്തോടെയും നടപ്പാക്കുന്നവർക്ക് മാത്രമേ ഈ ഭൂമിയിലെ ഭൗതിക ലക്ഷ്യങ്ങൾ നേടാൻ കഴിയൂ. പ്രാർത്ഥന കൊണ്ട് ആത്മീയ കാര്യങ്ങളും ആത്മീയ ലക്ഷ്യങ്ങളും നേടാൻ കഴിയുമായിരിക്കാം. അതൊക്കെ അവനവൻ്റെ മതവിശ്വാസ പ്രകാരം അവനവൻ തീരുമാനിക്കുക. പ്രാർത്ഥന കൊണ്ട് ഏതായാലും ഒരു ഭൗതിക ലക്ഷ്യങ്ങളും പ്രാർത്ഥന കൊണ്ട് നേടാൻ കഴിയില്ല. അതിനാവശ്യമായ കാര്യങ്ങൾ വളരെ ഉത്സാഹത്തോടെ ഉത്തരവാദിത്വത്തോടെ നടപ്പാക്കുന്നവർക്ക് മാത്രമേ അത് നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. ഒന്നുകൂടെ ചിന്തിച്ചു നോക്കൂ. പ്രാർത്ഥന കൊണ്ട് മാത്രം ദാരിദ്ര്യം മാറുമായിരുന്നെങ്കിൽ ലോകത്തൊരൊറ്റ ദരിദ്രൻ പോലും ഉണ്ടാകുമായിരുന്നില്ല. കുറഞ്ഞത് അറ്റ്ലീസ്റ്റ് പ്രാർത്ഥന കൊണ്ട് ദാരിദ്ര്യം മാറുമായിരുന്നെങ്കിൽ മതവിശ്വാസിയായ പ്രാർത്ഥിക്കുന്ന വ്യക്തികളെങ്കിലും ദരിദ്രരായി തീരുമായിരുന്നില്ല. സ്വയം ചിന്തിക്കുക, സ്വന്തം ഉത്തരം സ്വയം നടപ്പാക്കുക.